സുധി സുനന്ദയോട് ചോദിക്കും, ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അമ്മായിയൊക്കെ വന്ന് വിളിച്ചാൽ നീ പോവോ? സുനന്ദ പറയും, ഞാൻ ഇവിടുന്ന് സുഭാഷിനെ വിട്ട് എങ്ങോട്ടും പോയില്ല. അച്ഛൻ ചോദിക്കും, ഞാനാണോ കുടിച്ചത് നീയാണോ കുടിച്ചത്? മരണ വീട്ടിലെ പോലെ നെഞ്ചത്തടിച്ച് കഴിയാൻ നിനക്കെന്താ ബോധമില്ലേ? നിധി അച്ഛനോട് പ്ലീസ് എന്ന് പറയുമ്പോൾ അച്ഛൻ അവിടുന്ന് പോവാണ്. സുനന്ദ നിധിയോട് പറയും, ഞാൻ പറയുന്നത് നിനക്കെങ്കിലും മനസ്സിലാവുന്നില്ലേ? എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ ഞാൻ നാളെ ജീവനോടെ ഉണ്ടാവില്ല. സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. സുധി പറയും, ഇതിൽ കൂടുതൽ എന്താ നീ ചെയ്യുക? നമുക്ക് ഇവരുടെ കല്യാണം അങ്ങ് നടത്താം. നിധി ചോദിക്കും, കല്യാണമോ? അതെ, ഇല്ലെങ്കിൽ അവരൊക്കെ കൂടി വരുമ്പോൾ സുനന്ദയും കുട്ടി അവരങ്ങ് പോവും. അച്ഛൻ ചോദിക്കും, ഇവളൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. അവരൊക്കെ വരുമ്പോൾ ഇവൾ പോയില്ലെന്നൊരു ഉറപ്പുമില്ല. സുനന്ദ പോയിട്ട് അച്ഛനോട് പറയും, ഭാസ്കര മാമ, നിങ്ങളുടെ കുടുംബം തന്നെയല്ലേ എൻ്റേതും. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാമെങ്കിൽ എന്നെ വിശ്വസിച്ചൂടെ? ഞാനിവിടുന്ന് പോയില്ല, ഉറപ്പാണ്. സുധിയോട് സുനന്ദ പറയും, സുധിഷേ, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. ഹരീഷൻ ചോദിക്കും, നീ ഇവിടുന്ന് പോയില്ലല്ലോ? പോയില്ലെന്ന് സുനന്ദ ഉറപ്പ് കൊടുക്കും. അവരൊക്കെ പറയും, എന്നാൽ പിന്നെ കല്യാണം അങ്ങ് നടത്താം. നിധി ചോദിക്കും, ഇപ്പോഴോ? ഈ രാത്രിയിലോ? ഹരീഷ് പറയും, വേറെ സമയത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അവർ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛൻ പറയും, അവൾ കല്യാണ വീട്ടിൽ നിന്നാണ് വരുന്നത്. അവളെ അവിടെ കണ്ടില്ലെങ്കിൽ അവരൊക്കെ കൂടി ഇളകി ആദ്യം വരാൻ പോകുന്നത് ഇങ്ങോട്ടാ. എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യ്. അച്ഛൻ പറയും, എടാ മക്കളെ, ഡോറൊക്കെ അടക്കി, ഇവരുടെ കല്യാണം ഇപ്പം ഇവിടെ വെച്ച് നടത്താൻ പോവാ. നിധി പറയും, വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമല്ലേ, ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്തുന്നതല്ലേ നല്ലത്. അച്ഛൻ പറയും, തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഉണ്ടെന്നല്ലേ, ആദ്യം ഇവിടെ വെച്ച് കല്യാണം. അവർ വീട്ടിലെ ഒക്കെ റെഡിയാക്കാണ്. താലി നോക്കുമ്പോൾ താലി ഉണ്ടാവില്ല. ശ്രുതിക്കപ്പം അമ്പലത്തിൽ വെച്ച് കല്യാണം മുടങ്ങിയപ്പോൾ സുഭാഷ് താലി തിരിച്ചു കൊടുത്തത് ഓർമ്മ വരും. ശ്രുതി പറയും, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ശ്രുതി അകത്ത് പോയിട്ട് താലി എടുത്തിട്ട് സുഭാഷിൻ്റെ കൈ കൊണ്ടു കൊടുക്കും. എന്നിട്ട് പറയും, ഇത് അന്ന് വാങ്ങിച്ച താലിയാ. സുഭാഷാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഹരീഷും നികേഷും കൂടെ സുഭാഷിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അകത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിക്കുകയാണ്. അച്ഛൻ സുനന്ദയോട് പറയും, നാളെ രാവിലെ കല്യാണം മുടങ്ങി നിൻ്റെ അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ നാണം കെട്ടി നിൽക്കുന്നത് നാളെ എൻ്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കാണും. നാളെ പൂതനയുടെ അഹങ്കാരം തീരുന്ന ദിവസമാണ്. ഇതുവരെയുള്ള കണക്കുകളൊക്കെ ഭാസ്കരൻ നാളെ തീർക്കും. സുനന്ദയെ ഓരോന്ന് പറഞ്ഞ് നിധി സമാധാനിപ്പിക്കും. സുനന്ദ പറയും, എല്ലാവരും ഉറങ്ങിയെന്ന് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ അവരുടെ കൂടെ എന്നെ പറഞ്ഞയക്കരുത്. ശ്രുതി പറയും, നിൻ്റെ അമ്മയൊക്കെ വന്ന് കരയുമ്പോൾ നീ അവരുടെ കൂടെ പോകാതിരുന്നാൽ മതി. സുനന്ദ പറയും, ഇനി ആര് വന്നാലും ഞാൻ സുഭാഷേട്ടനെ വിട്ട് പോവില്ല. പോലീസ് വന്നാലും ഞാൻ അവരോട് പറയും, എനിക്ക് സുഭാഷേട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതി. സുഭാഷിനെ ഒരുക്കി അങ്ങോട്ട് കൊണ്ടുവരുവാണ്. അച്ഛനതിൻ്റെ ഇടയ്ക്ക് ഓരോ കമൻറ്റൊക്കെ പറയുന്നുണ്ട്. താലി കെട്ടാൻ വേണ്ടിയിട്ട് ശ്രുതി താലി കൊടുക്കാൻ നോക്കുമ്പോൾ അച്ഛൻ പറയും, എടാ കാരണവന്മാരിയ്ക്കുമ്പോൾ നീ കൊടുക്കുന്നോ? ഇങ്ങനെ തടാന്ന് പറഞ്ഞിട്ട് അത് അച്ഛൻ വാങ്ങിക്കും. എന്നിട്ട് ഇങ്ങനെ ഉറക്കെ പറയും, എടി പൂതനെ, നിന്നെ അല്ല നിൻ്റെ അമ്മയാ. എന്നെങ്കിലും ഭാസ്കരനും ഭാസ്കരൻ്റെ മക്കളും ജയിക്കുമെന്ന് നാളെ അവരറിയും. എന്നിട്ട് നാളെ വേണം ആ വീടിൻ്റെ മുറ്റത്ത് പോയിട്ട് വെറുതെ കൈയും കെട്ടിയൊന്ന് നിൽക്കാം. ഓ, കേട്ടിട്ട് തന്നെ രോമണീറ്റ് നിൽക്കുന്നു. എടാ മോനെ സുഭാഷേ, കെട്ടാന്ന് പറഞ്ഞിട്ട് ആ താലി എടുത്തിട്ട് സുഭാഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. സുഭാഷ് താലി കെട്ടാൻ പോകുമ്പോഴേക്കും സുനന്ദയുടെ അച്ഛനും അമ്മയും കൂടി അങ്ങോട്ട് കയറി വരികയാണ്. അച്ഛൻ ദേഷ്യത്തോടെ സുഭാഷിൻ്റെ അടുത്തേക്ക് വരും. സുഭാഷിനെ അടിക്കാൻ നോക്കുമ്പോൾ സുധി ആ കൈ പിടിക്കുകയാണ്. എന്നിട്ട് അപ്പുറത്തോട്ട് തള്ളിയിടും. ഹരീഷും സുനന്ദയുടെ അച്ഛനെ പിടിച്ചൊന്ന് തള്ളും. എന്നിട്ട് ഇറങ്ങി പോട കിട്ടുന്നു. സുഭാഷ് സുധിയെയും ഹരീഷിനെയൊക്കെ തടയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആർഗ്യുമെൻറ്റ് നടത്തുമ്പോൾ നിധി വരെ ഒന്ന് നിർത്ത്. സുനന്ദ അവളുടെ ഇഷ്ടത്തിന് വന്നതാണ്. നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് സംസാരിക്കാം. അമ്മ ചോദിക്കും, സംസാരിക്കേ? നാളെ കല്യാണം നടക്കാൻ വന്ന പെണ്ണാ ഇവള്. അവളെ ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകും. എല്ലാത്തിനെയും കൊന്നിട്ടാണെങ്കിലും ഞങ്ങൾ ഈ കല്യാണം നടത്തും. സുനന്ദ പറയും, ഞാൻ ഇവിടുന്ന് വരില്ല. എനിക്ക് വേറൊരാളെ കല്യാണം കഴിക്കാൻ കഴിയില്ല. ഞാൻ സുഭാഷേൻ്റെ കൂടെ അല്ലാതെ വേറൊരാളുടെ കൂടെ ജീവിക്കില്ല. ഇതൊക്കെ കേട്ടിട്ട് ഭാസ്കരൻ ചിരിച്ചുകൊണ്ട് കൈയടിക്കുകയാണ്. ഇത്ര മനോഹരമായൊരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കിത് വേണോടാ? സുനന്ദയുടെ അച്ഛനെങ്കിലും, ഓ അപ്പം നിൻ്റെ പ്ലാനല്ലേ ഇതൊക്കെ? ഭാസ്കരൻ പറയും, എൻ്റെ വീടാണ് ഇവിടുത്തെ ഏറ്റവും മോശം വീടെന്നല്ലേ നീയൊക്കെ പറഞ്ഞു നടക്കുന്നത്? ആ വീട്ടിലേക്ക് നിൻ്റെ മോൾക്ക് കയറി വരാൻ തോന്നിയുള്ളൂ? നിൻ്റെ മോള് നിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കേട്ടില്ലേ, നാളെ നടത്താൻ തീരുമാനിച്ച കല്യാണം ഇനി നടക്കാൻ പോണില്ലെന്ന്? അതും പറഞ്ഞ് ഭാസ്കരൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്.